കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടത്, അതേപോലെ കറണ്ടിന്റെ അടിസ്ഥാന വിവരങ്ങൾ മുതലായവയാണ് പഠിച്ചത്. ഇനി നമ്മൾ കമ്പോണൻസിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് പഠിക്കേണ്ടത് റെസിസ്റ്റർ എന്ന് പറയുന്ന കമ്പോണൻസിന്റെ കുറച്ച് ബേസിക് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ കറണ്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സെമി കണ്ടക്ടറിനെ പറ്റി നമ്മൾ കറണ്ടിൽ പറഞ്ഞായിരുന്നു. അപ്പൊ റെസിസ്റ്റർ എന്ന് പറയുന്നത് കറണ്ടിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി വരുന്ന ഒരു കമ്പോണന്റ് ആണ്. അതൊരു സെമി കണ്ടക്ടർ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാർബൺ ആണ്. ഫിക്സഡ് SMD ഫിക്സഡ് റെസിസ്റ്ററുകൾ നിർമ്മിച്ചിരിക്കുന്നത് കാർബൺ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ടാണ്. കറണ്ടിനെ പ്രതിരോധിക്കുക എന്നതാണ് റെസിസ്റ്ററിന്റെ ധർമ്മം. ഓക്കെ, കറണ്ടിനെ പ്രതിരോധിക്കുന്ന റെസിസ്റ്റൻസിന്റെ നമ്മളൊരു യൂണിറ്റ് വിളിക്കും. അതിന്റെ പേരാണ് ഓം. ഈ കാണുന്നതാണ് ഓമിന്റെ സിമ്പല്. ഇതാണ് ഓമിന്റെ സിമ്പല്. ആ ഓം എന്നാണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. കറണ്ടിനെ പ്രതിരോധിക്കുക എന്ന ഒരു ധർമ്മമാണ് റെസിസ്റ്റർ നിർവഹിക്കുന്നത്. നമുക്കറിയാം, ജോർജ് സൈമൺ ഓം എന്നൊരു സയന്റിസ്റ്റ് ഉണ്ട്, ശാസ്ത്രജ്ഞനുണ്ട്. ഇദ്ദേഹമാണ് ഓംസ് ലാ നിർവചിച്ചിരിക്കുന്നത്. ഓംസ് ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാലകത്തിൽ കൂടി ഒഴുകുന്ന കറണ്ടിന്റെ അളവിനെ പറ്റി, അതായത് ഒരു ചാലകത്തിൽ കൂടി ഒഴുകുന്ന കറണ്ട്, അതിന്റെ പ്രതിരോധവും ചാലകത്തിലേക്ക് ഒഴുകുന്ന വോൾട്ടേജും ആയിട്ട് ബന്ധപ്പെട്ട് കറണ്ടിന്റെ അവസ്ഥയെ പറ്റി വിവരിക്കുന്ന ഒരു നിയമമാണ് ഓംസ് ലാ. അപ്പൊ ഈ ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ഈ ഓം എന്ന് പറയുന്ന വാക്കാണ്, വേദാണ്, ആ പേരിന്റെ ഒരു ഭാഗമാണ് എന്താണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഓംസ് ലാ എന്നൊരു ചെറിയൊരു ധാരണ ഉണ്ടാക്കാം. സിമ്പിളാണ്. ഓംസ് ലാ എന്താണെന്നുള്ള വളരെ സിമ്പിളാണ്. നമ്മളൊരു ചാലകത്തിൽ കൂടി കറണ്ട് ഒഴുകണമെങ്കിൽ എന്ത് ചെയ്യണം? വോൾട്ടേജ് കൊടുക്കണം, അല്ലെ? ഏത് ചാലകത്തിനും ഒരു പ്രതിരോധമുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഓംസ് ലാ എന്താണെന്നുള്ളത്. പലർക്കും ഓംസ് ലാ എന്താണ് എന്നൊരു സംശയം ഉണ്ടാവും. എന്തോ വലിയൊരു കാര്യം പോലെ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ചാലകത്തിൽ കൂടി വോൾട്ടേജ് കൊടുക്കുന്നു. വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ആ ചാലകത്തിൽ കൂടി ഒഴുകുന്ന കറണ്ടിന്റെ അളവ് കൂടുതലായിരിക്കും. ഒരു ചാലകത്തിൽ നമ്മൾ കറണ്ട് കൊടുക്കും, വോൾട്ടേജ് കൊടുക്കുമ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യും, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമല്ലോ. അത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് എന്താണ്? വോൾട്ടേജ് കൂടിയാൽ കറണ്ടും കൂടും. വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ട് എന്ത് സംഭവിക്കും? കറണ്ടും കുറയും. അതായത് ചെറിയ വോൾട്ടേജ് കൊടുത്താൽ ചെറിയ കറണ്ട്, ഒരുപാട് വലിയ വോൾട്ടേജ് കൊടുത്താൽ വലിയ കറണ്ട്, അത്ര തന്നെ. അപ്പൊ റെസിസ്റ്റൻസിന്റെ അവസ്ഥ എന്താ? റെസിസ്റ്റൻസ് കുറഞ്ഞാൽ, റെസിസ്റ്റൻസ് പ്രതിരോധം, നമ്മൾ കറണ്ട് ഒഴുകുന്ന ചാലകത്തിന്റെ പ്രതിരോധം കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? കറണ്ട് കൂടും. പ്രതിരോധം കുറവാണെങ്കിൽ കറണ്ട് കൂടും. പ്രതിരോധം കൂടുതലാണ് എങ്കിൽ കറണ്ട് കുറയും. ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസ് ലാ. അതായത് വോൾട്ടേജ് കൂടിയാൽ കറണ്ട് കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ കറണ്ടിന്റെ ഫ്ലോ കുറയും. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ടിന്റെ ഫ്ലോ കുറയും. റെസിസ്റ്റൻസ് കുറഞ്ഞാൽ കറണ്ടിന്റെ ഫ്ലോ കൂടും. അത്രയേ ഉള്ളൂ. ഇതാണ് ഓംസ് ലാ. ഓക്കെ, അപ്പൊ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കാർബൺ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ യൂസ് ചെയ്തിട്ട് നിർമ്മിച്ചിരിക്കുന്ന, കാർബൺ എന്ന് പറയുന്ന സെമി കണ്ടക്ടർ യൂസ് ചെയ്ത് കറണ്ടിനെ, ഒരു ചാലകത്തിൽ കൂടിയുള്ള കറണ്ടിന്റെ ഒഴുക്കിനെ ഒന്ന് തടസ്സപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രതിരോധിക്കുവാൻ, കറണ്ടിന്റെ ഒഴുക്കിനെ കുറയ്ക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് റെസിസ്റ്റർ. ഫിക്സഡ് റെസിസ്റ്റർ ഒരു 0 ഓം മുതൽ 20 ലക്ഷം ഓം വരെയാണ് SMD ഫിക്സഡ് റെസിസ്റ്ററുകൾ മൊബൈൽ ഫോണിൽ വരാറുള്ളത്. 0 മുതൽ 20 ലക്ഷം. ഓക്കെ, ഫിക്സഡ് റെസിസ്റ്റർ വരാറുള്ളത്. 2 ടൈപ്പ് റെസിസ്റ്റർ വരുന്നുണ്ട്, ഫിക്സഡ് റെസിസ്റ്ററും വാരിയബിൾ റെസിസ്റ്ററും. ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂവിൽ വ്യത്യാസം വരില്ല. 0-നും 20 ലക്ഷത്തിനും ഇടയിലുള്ള ഏത് വാല്യൂവും വരാം റെസിസ്റ്റർ. വാരിയബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രതിരോധത്തിന്, അഥവാ അതിന്റെ വാല്യൂവിന്, പ്രതിരോധിക്കാനുള്ള ഇതിന് വ്യത്യാസം വരും. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് തെർമിസ്റ്റർ, വാരിസ്റ്റർ. മൊബൈൽ ഫോണിൽ വരുന്നതാണ് മെയിനായിട്ട് തെർമിസ്റ്ററും വാരിസ്റ്ററും. തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നത്, ടെമ്പറേച്ചറിന്റെ സെൻസിങ്ങിനനുസരിച്ച് കറണ്ടിന്റെ പ്രതിരോധത്തെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതാണ് തെർമിസ്റ്റർ.
വാരിസ്റ്റർ വോൾട്ടേജിന്റെ വ്യത്യാസത്തിനനുസരിച്ച്, തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് ചൂടിന്റെ വ്യത്യാസത്തിനനുസരിച്ച് പ്രതിരോധം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതാണ് തെർമിസ്റ്റർ. വാരിസ്റ്റർ എന്ന് പറയുന്ന വാരിയബിൾ റെസിസ്റ്റർ വോൾട്ടേജിന്റെ വ്യത്യാസത്തിനനുസരിച്ച്, വോൾട്ടേജ് വ്യത്യാസം വരുന്നതനുസരിച്ച് പ്രതിരോധം കൂടുകയോ കുറയുകയോ ചെയ്യും. തെർമിസ്റ്റർ രണ്ട് ടൈപ്പ് ഉണ്ട്, NDCയും PTCയും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത് NDC ആണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. മറ്റത് PTC, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ അഥവാ താപം കൂടുന്ന സമയത്ത് എന്താണ്, പ്രതിരോധം കുറയും. താപം കുറയുന്ന സമയത്ത് പ്രതിരോധം കൂടും. ഇതാണ് തെർമിസ്റ്റർ. NDC എന്ന് പറയുന്നതാണ് മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. PTC വേറൊന്നുമല്ല, താപം കൂടുന്ന സമയത്ത് കൂടും, താപം കുറയുന്ന സമയത്ത് കുറയും. ഓക്കെ, മൊബൈൽ ഫോണിൽ ലോ പവർ റെസിസ്റ്റർ, ഹൈ പവർ റെസിസ്റ്റർ മുതലായ റെസിസ്റ്ററുകൾ വരുന്നുണ്ട്. ലോ പവർ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ വളരെ കുറച്ച് കടത്തിവിടുക, അതായത് വാല്യൂ കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലായിരിക്കും. ലോ പവർ റെസിസ്റ്റർ കറണ്ടിനെ കുറച്ച് കടത്തിവിടാൻ വേണ്ടിയാണ്. നമുക്കറിയാം റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താണ്, കറണ്ട് കുറയാണ് ചെയ്തത്. അപ്പൊ കറണ്ടിനെ കുറച്ച് കടത്തിവിടാൻ വേണ്ടി വരുന്നതാണ് ലോ പവർ റെസിസ്റ്റർ. ഹൈ പവർ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ കൂടുതൽ കടത്തിവിടുന്ന റെസിസ്റ്ററാണ് ഹൈ പവർ റെസിസ്റ്റർ. ഓക്കെ, നമ്മൾ കാണാം ദാ മദർ ബോർഡിൽ വരുന്ന SMD റെസിസ്റ്റർ, ലോ പവർ റെസിസ്റ്റർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒരു വൈറ്റ് കാണും, പിന്നെ ബ്ലാക്ക് കളർ മാത്രമല്ല ബ്ലൂ, ഗ്രീൻ മുതലായ കളറിൽ, ഷൈനി ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ കളറുകളിലെല്ലാം ലോ പവർ റെസിസ്റ്ററുകൾ വരാറുണ്ട്. ഹൈ പവർ റെസിസ്റ്റർ കറണ്ട് കൂടുതൽ ഒഴുകുന്നിടത്ത് വരുന്നതാണ് ഹൈ പവർ റെസിസ്റ്റർ. വാല്യൂ ഉണ്ടാകും, വാല്യൂ അതിൽ റെസിസ്റ്ററിൽ വാല്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് ഉദ്ദേശിച്ചത്. അറേ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം റെസിസ്റ്ററുകൾ ഇതിനെ ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. അതും കറണ്ട് കൂടുതൽ ഒഴുകുന്നിടത്ത് തന്നെയാണ് വെക്കുന്നത്. ഒന്നിലധികം റെസിസ്റ്ററുകൾ ഒരുമിച്ച് വെച്ച് അതിനെ പാരലായിട്ട് കണക്ട് ചെയ്ത് കറണ്ടിനെ കൂടുതൽ ഒഴുകുവാൻ വേണ്ടി വരുന്ന റെസിസ്റ്ററാണ് അറേ റെസിസ്റ്ററുകൾ. ഓക്കെ, ഇതിലെ എല്ലാ റെസിസ്റ്ററും സെയിം വാല്യൂ ആയിരിക്കും. ഈ ഒരു റെസിസ്റ്റർ ഇതൊരു റെസിസ്റ്റർ ആണെങ്കിൽ ഇതൊരു റെസിസ്റ്റർ, ഇതൊരു റെസിസ്റ്റർ ആണെങ്കിൽ ഇതൊരു റെസിസ്റ്റർ. ഇത് ഓരോന്നും ഓരോ റെസിസ്റ്ററുകളായിരിക്കും എന്നതിന് പുറമെ എല്ലാത്തിനും സെയിം വാല്യൂ ആയിരിക്കും. പിന്നെ വരുന്നതാണ് ജമ്പർ റെസിസ്റ്റർ, 0 ഓം റെസിസ്റ്റർ. ചെക്ക് ചെയ്യുമ്പോൾ 0 ആയിരിക്കും അതിന്റെ വാല്യൂ, അതിന് പ്രതിരോധം ഇല്ല, 0 ഓം ആണ് അതിന്റെ പ്രതിരോധം. അത് ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് ജമ്പർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയെല്ലാമാണ് ജമ്പർ റെസിസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. തെർമിസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു, തെർമിസ്റ്റർ ആൻഡ് വാരിസ്റ്റർ. തെർമിസ്റ്ററും വാരിസ്റ്ററും കാണാൻ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. അതിൽ NDC ഉണ്ട്, തെർമിസ്റ്ററിൽ NDC ഉണ്ട്, PTC ഉണ്ട്. നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഓക്കെ, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് എന്താണ്, ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. NDC ആണ് മൊബൈൽ ഫോണിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സിമ്പിൾസ്, ഫിക്സഡ് റെസിസ്റ്ററിന്റെ സിമ്പിൾ അതാണ് ഈ കാണുന്നത്. ഫിക്സഡ് റെസിസ്റ്റർ യൂറോപ്യൻ മോഡലുണ്ട്, അമേരിക്കൻ മോഡലുണ്ട്. മൊബൈൽ ഫോണുകളിൽ നമ്മളിപ്പോൾ കൂടുതലും കാണുന്നത് യൂറോപ്യൻ മോഡലുകൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മോഡൽ എന്നും പറയും. ഇന്റർനാഷണൽ മോഡൽ. തെർമിസ്റ്റർ, ഈ തെർമിസ്റ്ററിന്റെ ഒരു സിമ്പിളാണ് ഈ കാണുന്നത്. പക്ഷെ ഇത് അധികം ഫോണുകളിലും ഈ സിമ്പിൾ ആയിരിക്കില്ല വരുന്നത്. ഇത് കാണുന്നത് സാംസങ്ങിന്റെ ഫോണുകളിലാണ് തെർമിസ്റ്ററിന് ഈ സിമ്പിൾ വരിക. ഓക്കെ, പിന്നെ തെർമിസ്റ്ററിന്റെ ക്ലാസിക് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്നതാണ് തെർമിസ്റ്ററിന്റെ ക്ലാസിക് സിമ്പിള്. പിന്നെ വാരിസ്റ്ററിന്റെ സിമ്പിളാണ് ഇത്. വാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, വോൾട്ടേജിനെ സെൻസ് ചെയ്തിട്ട് അതിന്റെ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്തും. തെർമിസ്റ്റർ ടെമ്പറേച്ചറിന് സെൻസ് ചെയ്തിട്ട് അതിന്റെ റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുത്തും. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് റെസിസ്റ്ററിനെ കുറിച്ചുള്ള നമ്മുടെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഇതില് നമുക്ക് റെസിസ്റ്റർ ചെക്കിങ്, റെസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോകുന്ന ക്ലാസ്സിൽ, മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ അഡ്വാൻസ്ഡ് ലെവലിലൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വരും. ബോണസ് ക്ലാസ്സുകളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കേണ്ടി വരും. ബേസിക് ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് നിങ്ങൾ കളക്ട് ചെയ്യുക, അതിന് നിങ്ങളെ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്ലാസ്സുകൾ.